രാത്രിയിലെ കാഴ്ചയാണിപ്പത്. മണാലിയിലാണ് ഇപ്പൊ ഞങ്ങള് 2 മണിക്ക് ഇപ്പൊ കാറിൽ കയറിയതാ. ഇപ്പൊ സമയം 12:30 രാത്രി. സ്നോഫോൾ അത് കൂടിയിട്ടേ, സ്നോഫോള് മഴ, ഇപ്പൊ മഴയാണ്. ഓരോ വണ്ടിന്റെ മുകളിൽ നിൽക്കണോക്കി നിങ്ങള്, കൊട്ടക്കണക്കിന് ഐസ് അതാ പോണോ. ഓരോ വണ്ടിന്റെ മുകളിലത്തെ മഞ്ഞിന്റെ വെയിറ്റ് നോക്കി നിങ്ങള്, ഹൈറ്റ് അതിന്റെ കനം നോക്കിക്കളി. ആജാതി സ്നോഫാൾ നോക്കി. സെഡിലെ വണ്ടി ബാക്കിയത് പോയതാ നോക്കി നിങ്ങള്. ആകെ ഐസ്, അതൊന്നും കാണാനില്ല. വാങ്ങണ്ടില്ല നിങ്ങള്. ഇതാ നിങ്ങള് ഇന്നോവന്റെ അവസ്ഥ രാത്രി 12:30. ഞങ്ങളിപ്പോ ഇതില് ലോക്കായി കിടക്കണം. എന്താ ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ മണാലിയില് രാത്രി 2 മണി, ഉച്ചക്ക് 2 മണിക്കപ്പോ വണ്ടി കയറി. ഉച്ചക്ക് 2 മണിക്ക് കാറിൽ കയറിയിട്ട് രാത്രി 2 മണിക്കപ്പോ ഞങ്ങൾ ഇറങ്ങണത്. ഇതാ അവിടുന്ന് റോട്ടിക്ക് എത്തിയിട്ടില്ല. മെയിൻ റോട്ടിക്ക് കണ്ടാളിങ്ങളെ മഞ്ഞുണ്ടില്ലേ, പെരും സ്നോഫോള് പെയ്തിട്ടേ മുട്ടിന്റെ അത്ര താഴെ മഞ്ഞും. വണ്ടിന്റെ മേലെ കണ്ടില്ല നിങ്ങള്, ഒരടി ഉണ്ടാവില്ല. ഉണ്ടോ? ഉണ്ടല്ലേ. അതാ വണ്ടിയില് ഒരടി. ആരും പറയും ഈക്കോന്റെ മേലെ നോക്കി. ഏതാ കാഴ്ച. അതൊക്കെ വണ്ടി നടന്നില്ല. ഇത് ചെറിയ ഡിസ്റ്റൻസിലുണ്ട്. അങ്ങനെ നമ്മള് പറഞ്ഞത് ശ്വാസം കിട്ടൂല. സാധിക്ക നല്ല രസമായിരുന്നു. നമ്മള് രാത്രി ഇതില് ഇവിടെ കുടുങ്ങിക്കണെങ്കില്. മണാലിയില് സമയം എത്രയാടാ? 2 മണിക്കാണ് ഇപ്പൊ നമ്മള് രാത്രി. ഇപ്പോൾ അവിടുന്ന് കഴിച്ചില്ലാൻ പറ്റിയിട്ടുള്ളൂ. ഫുള്ള് ബ്ലോക്കാണ്. കണ്ടില്ലേ ഓരോ വണ്ടിന്റെ കോലൊന്ന് കണ്ടല്ലേ. മഞ്ഞിട്ട് മൂടില്ല. ഇത് മഴല്ലട്ടാ, മഞ്ഞാണ് പെയ്യുന്നുണ്ട്. വലിയ കാട്ടാണ്. ഞങ്ങള് മണാലിന്ന് ഇന്നലെ ഡൽഹിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഉച്ചക്ക് മണാലിയൊക്കെ കണ്ട് ഫുള്ള് എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കാറിൽ കയറിയതാ. ഇപ്പൊ രാവിലെ 7 മണി വരെ ആയതാ. ആ 7 മണി ആയിട്ടും ഞങ്ങൾ വണ്ടി തന്നെയാണതാ. ബ്ലോക്കാണ്. നിങ്ങൾ നോക്കി, ഞങ്ങൾ ഫുള്ള് ഐസ് കൂടെ ഈ കാറ് പോണത്. അത്രയും ഡേഞ്ചർ ഏരിയ ആണ്. കാരണം കാറ് സ്ലിപ്പാവാണ്. ഫുൾ ഐസ്. അതായത് ഇന്നലെ പെരും സ്നോഫോള്. 1 മണിക്ക്, ഇന്നലെ ഉച്ചക്ക് 1 മണിക്ക് ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഇപ്പോൾ പിറ്റേന്ന് രാവിലെ 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം കറക്റ്റ് 7:30. ഈ റോഡാണ് നോക്കി നിങ്ങൾ. റോഡ് ഫുള്ള് മഞ്ഞാണ്. ഇപ്പം JCB ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് കയറിയപ്പോൾ, മണാലിക്ക് കയറിയപ്പോൾ ഇവിടെ ഒരു മഞ്ഞുമില്ല, ഒരു അടയാളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മഞ്ഞുകൂടെയാണ് ഇപ്പം ഈ പോക്കുവാണ്. ആ വീതിയില്ലാത്ത റോഡ്, റിസ്കി ഏരിയ ആണ്. കണ്ടോളിങ്ങൾ നോക്കിയാൽ റോഡിന്റെ അവസ്ഥയാണ്. ഞങ്ങൾ ഇന്ന് ഡൽഹിക്ക് തിരിച്ചതാണ്. അപ്പോൾ ഡൽഹിക്ക് തിരിക്കുമ്പോഴെ കാഴ്ചകളാണ് ഇപ്പോൾ. മണാലി തന്നെയാണ്. ഞങ്ങൾ മണാലി ടൗണിക്ക് എത്തിയിട്ടില്ല. മണാലിന്ന് മണാലി ടൗണിക്ക് 9 കിലോമീറ്റർ ആണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഉച്ചക്ക് റൺ ചെയ്ത് തുടങ്ങിയതാ. ഇന്നലെ ഉച്ചക്ക് 1 മണി 2 മണിക്ക് വണ്ടിയിൽ കയറിയിട്ട്, കാറിൽ കയറിയിട്ട് രാത്രി 12:30ക്കാണ് അവിടുന്ന് അനക്കാൻ പറ്റിയത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട്. ഇപ്പോൾ രാവിലെ 7:30 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഇപ്പോഴും ഞങ്ങൾ ബ്ലോക്കിലാണ്. മണാലി ടൗണിക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. ആ 9 കിലോമീറ്ററും കൂടി ഞങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റോഡിൽ അത്രത്തോളം മഞ്ഞാണ്. ഇന്നലെ അപ്പോൾ അത്രത്തോളം സ്നോഫോൾ ഉണ്ടായിട്ടായിരിക്കും ഇന്നലെ വിടാഞ്ഞ്.
അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഇതേ റോട്ടിൽ തന്നെയാണ് അങ്ങോട്ട് പോയിരുന്നത്. ഒന്നും കാണാനില്ലായിരുന്നു. നോക്കി നിങ്ങൾ താഴെ റോട്ടിലൊക്കെ നിങ്ങൾ ഫുൾ ഐസ്. ഇന്നലെ ഞങ്ങൾ രാവിലെ നിങ്ങളെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നൂഡിൽസ് ചായയും കുടിച്ചിക്കാണ്ട് കയറിയതാ മണാലിക്ക്. പിന്നെ റിട്ടേൺ വന്ന് ഞങ്ങൾ ഉച്ചക്ക് കാറിൽ കയറി ഇരുന്നിട്ട് ഇതുവരെ ഒരു പച്ചവെള്ളം കുടിച്ചിട്ടില്ല. പച്ചവെള്ളം കുടിച്ചോണു. വണ്ടിയിൽ പച്ചവെള്ളം ഉണ്ടായിരുന്നു, ക്യാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുടിച്ചുകാണ്ടേ തൊണ്ട അങ്ങനെ നനക്കും. പിന്നെ ഓരോ എക്സ്പീരിയൻസ് അല്ലേ. മിച്ചർ ഒക്കെ ഉണ്ടായിരുന്നു, ചിപ്സൊക്കെ കഴിഞ്ഞു. ഞാൻ തന്നെ കഴിഞ്ഞു. മിച്ചർ ഉണ്ടായിരുന്നു ബാക്കി. അണ്ടിപ്പരിപ്പൊക്കെ എന്തായാലും തീർന്നോണു. ഇന്നൊന്നല്ല. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ്. മഞ്ഞ് കൂടെ ഐസ് കൂടെ വണ്ടി ഓട്ടാനേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇപ്പം ഇത് നിവർത്തില്ലല്ലോ, ഓട്ട് തന്നെ. അപ്പം അതൊരു എക്സ്പീരിയൻസ്. ഇവിടെ പോലീസുകാർ പറയണത് എന്താ വെച്ചാൽ ഈ ആക്സിലേറ്റർ കൊടുക്കാതെ ബ്രേക്കും പിടിച്ചരുത്. അങ്ങനെ ഒരു ഓട്ടൻ്റെ ഒരു ഐഡിയയും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. ഫസ്റ്റ് ഗിയറിലിടുക. സമയം ഇവിടെ 8 മണിയായിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും മണാലി ടൗണിൽ എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങളോട് ഇങ്ങനെ ബ്രേക്ക് തൊടരുത്, ആക്സിലേറ്റർമ തൊടരുത്, ഹാൻഡ് ബ്രേക്കുമേലാണ് കളി, ക്ലച്ചും. ഇവിടുത്തെ പോലീസുകാരിങ്ങനെ സപ്പോർട്ടുണ്ട്, നല്ല സപ്പോർട്ടാണ്, പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നല്ലേ, നല്ല ധൈര്യമുള്ള ഡ്രൈവർമാരാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ടെൻഷനുള്ളത് ഭയങ്കര ധൈര്യം തരിക പറഞ്ഞു കാണ്ട്. അത്രയും മഞ്ഞാണ്, അത്രയും കണ്ടില്ല. ഞങ്ങളെ വലിയ മലയാണ്, അങ്ങോട്ട് കാണുന്നില്ല കോടോണ്ട്. 8 മണിയായി. ഞങ്ങൾ ഇന്നലെ 2 മണിക്ക് കയറിയതാ. ഇന്നലെ രാത്രി 12:30ക്കാണ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ട് നിൽക്കണേ. പതുക്കെ റോട്ടിലൊക്കെ ഫുൾ ഐസാണ്. ഇത് വണ്ടി കൂട്ടിട്ടാണ്ട് ഞങ്ങള് കണ്ടാളി. ഓരോ വണ്ടിന്റെ മേലൊക്കെ ഐസ് നോക്കി നിങ്ങള്. കണ്ടമാനുണ്ട്. അതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ വിട്ടാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് അതേപോലെ വണ്ടി ഉണ്ടാവും. നമ്മൾ വണ്ടി എടുത്തില്ലേ, പാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഇതേപോലെ തിരക്കുണ്ടാവും. അങ്ങനെ വരിക്കങ്ങനെ വിടേക്കരം. ഇതിപ്പോ ഏകദേശം ടൗൺ എത്താനായി. ഷാമി മെഡിക്കൽ സെന്റർ. ഈ സ്റ്റെപ്പ് നോക്കിയാ ഏതാ ക്ലിയർ സ്റ്റെപ്പാണ്. അങ്ങോട്ട് പോകാനുള്ള ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു സ്നോഫോൾ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതിപ്പോ ടൗൺ ഒറ്റ രാത്രി കൊണ്ട്. ഇത് ചെറിയ ടൗണാണ്, ബാങ്കും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അങ്ങോട്ട് നോക്കിയ പോയോക്കിയാ മറ്റേ ആ പാലത്തിന്റെ അടിയില് അവിടെ ഏകദേശം പ്രശ്നങ്ങൾ തീർന്ന മട്ടാട്ടാ. ഞങ്ങളിപ്പോ ടൗണിലേക്ക് എത്താനായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിർത്തി. പോലീസ് പറഞ്ഞു ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവർമാരെ കിട്ടും, 500 രൂപ കൊടുത്താൽ ഓല് അവിടെയൊക്കെ എത്തിച്ചേരുന്ന്. കാരണം ഞങ്ങളെ കാട്ടിക്കൂട്ടലുണ്ടാണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞാണ് 500 രൂപ കൊടുത്താൽ ഡ്രൈവർ അവിടെ എത്തിച്ചു കൊടുത്തരും, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ട് നിൽക്കണേ. ഞങ്ങളെ വണ്ടി കണ്ടളി. വണ്ടിൻ്റെ മുകളിൽ ഐസ് ഉണ്ടോ നിങ്ങൾ? Don't apply brake. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉണ്ടല്ലോ ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ ഡ്രൈവറെ ഏൽപ്പിക്കും. ഓക്കെ, ഞങ്ങൾക്ക് നീങ്ങാൻ വെച്ചു. അവിടെ ഫുൾ ഐസാണ്. ഐസ് കൂടെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടേ
ഇതാ പോലീസുകാരാണിത്. അപ്പോൾ അവർ പറയണത് ഇവിടെ ഒരു ഡ്രൈവർ കയറി മൂപ്പര് എത്തിച്ചേരാന്നാ പറഞ്ഞേ. आगे निकलो आप, ഓക്കെ, आगे निकलो साइड जाओ, നമ്മളെ വണ്ടി ഇതാ കൊണ്ടുപോകണോ? ഇവിടുത്തെ ഡ്രൈവർമാരാണ് അത് കൊണ്ടുപോണേ. साइड पे आप ऐसे करो साइड। റോഡിൻ്റെ അവസ്ഥ ഞങ്ങൾ കണ്ട ഞങ്ങളെ ഇതിലപ്പോൾ ഞങ്ങൾ പോണേ. ഞാൻ തന്നെ നടക്കുമ്പോൾ സ്ലിപ്പ് ആവുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, കാഴ്ചകൾ കണ്ടോളി നിങ്ങൾ. നമ്മളേതായാലും ഇവിടെ റിസ്ക് എടുത്ത് വന്നതല്ലേ, അപ്പം നിങ്ങളെ മുന്നിലേക്കെങ്കിലും കാഴ്ചകൾ എത്തിക്കാനേ. ഒരു വണ്ടി പോകണമെങ്കിൽ നിങ്ങൾ, ഞങ്ങളിപ്പോൾ ഒരു ഡ്രൈവർക്ക് കൊടുത്തേക്കാണ് 500 റുപ്യ. അപ്പോൾ ഡ്രൈവർ താഴെ എത്തിച്ചേരും എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ മഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കൈ നല്ല വേറെ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാ ഇനി ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണെന്ന് കഴിച്ചിലായിട്ട് വേണം ഇൻഷാ അല്ലാ. ഈ വണ്ടിൻ്റെ മേലൊക്കെ നിങ്ങൾ ഐസ് കണ്ടില്ല നിങ്ങൾ, ഓരോ വണ്ടി വരുന്ന കണ്ടില്ല നിങ്ങൾ. ഭയങ്കര തണുപ്പാണ്, 4 ഭാഗത്ത് കണ്ടില്ല നിങ്ങൾ. ഫുൾ ഐസ്, റോഡ് ഫുൾ ഐസാണ്. ഓക്കെ, അപ്പോൾ സ്ലിപ്പാവുന്നുണ്ട് വണ്ടി, ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ രാവിലെ ഇവർ എന്താ പറയുക, JCB ഏറ്റവും മഞ്ഞ് കോരിയാണ്ട് റോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഓക്കെ, നല്ല നല്ല കാഴ്ചകളായിട്ട് ഇൻഷാ അല്ലാ നമ്മൾ ഡൽഹി എത്തുന്ന വരെയുള്ള എല്ലാ കാഴ്ചകളും ഞങ്ങളിതിൽ എത്തിക്കും. നല്ല ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്, നല്ല ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഫുള്ള് ജിപ്ലൈൻ കൗണ്ടർ. ആപ്പിൾ തോട്ടം കണ്ടില്ല ഞങ്ങളെ, ആപ്പിൾ ചെയ്യാന്നുള്ളൂ. ഏതാ സ്ഥലം? സത്യം പറയട്ടെ, വീഡിയോ എടുക്കാൻ ഇത് ആഗ്രഹിച്ചിട്ട് വെയിച്ചിട്ടൊന്നുമല്ല, അജാതി തണുപ്പാണ്, കൈ അങ്ങനെ കോച്ചുണ്ട്. ഗ്ലൗ ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല, ടച്ച് ഇട്ടില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് വന്ന് കണ്ടതല്ല, അപ്പം നിങ്ങളിലേക്കും എത്തിക്കാന്നുള്ള ഒരൊറ്റ മൈൻഡിൽ മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. നോക്കിങ്ങളെ എന്താ വാ, നോക്കിങ്ങളെ കിടുക്കാച്ചി മണാലി ഞങ്ങൾ ഇവിടാണ്. ഐ മിസ് യു മണാലി.
കിടുക്കാച്ചി കിടുക്കാച്ചി. മാഷാ അല്ലാ മാഷാ അല്ലാ. ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ഇൻഷാ അല്ലാ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ ഐസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. റോട്ടിൽ ഐസ് ഇപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ, നല്ല റോട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഫുള്ള് ജിപ്സി കേട്ടോ, മാരുതിൻ്റെ. അതിങ്ങനെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഹുസൈൻ ബോൾട്ട് പായണ ആരും അങ്ങനെ മായണു. അതിനൊരു പ്രശ്നമില്ല. ബാക്കിയുള്ള നമ്മുടെ ചവിട്ടുമ്പോൾ ഒരു സൈഡിൽ പോവുക, അങ്ങോട്ട് ചവിട്ടുമ്പോൾ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് ചവിട്ടുമ്പോൾ അങ്ങോട്ട് പോവുക. ഇനി ഇവിടെ ഒന്നാകട്ട് ചവിട്ടിയാൽ കറങ്ങുക, ഭയങ്കര ഇത്. മറ്റത് അങ്ങനൊന്നുമില്ല. മറ്റത് അങ്ങനെ അങ്ങോട്ട് പോവുക, വരിക, പോവുക, കിട ഓഫ് ആകാതെ പറഞ്ഞമാതിരി. സൈറ്റ് നോക്കി നിങ്ങള് എന്താ ഇപ്പൊ കാഴ്ച. രാവിലെ 8 മണിയാണ്. വല്ലാത്ത അങ്ങോട്ട് അടുപ്പിച്ചണ്ട സിദ്ധിയെ. നമ്മളെ വൈക്കും പോവാ. വാ അടിപൊളിട്ടോ. ഒരു വണ്ടി അവിടെ കുടുങ്ങിക്കണം കേട്ടോ, പെട്ടവണ്ടി. ഞങ്ങള് ചെക്കന്മാര് നമുക്ക് അരുവ് കൂടെ അങ്ങനെ പോവാ. ഓണടിച്ചാളോ ഓൺ ഉണ്ടായിക്കോട്ടെ. ബൈക്കൊക്കെ നോക്കി നിങ്ങൾ ആകെ മൂടിക്കണോ മഞ്ഞേറ്റോ. ഇങ്ങോട്ടേ വരുന്നുള്ളൂ. അപ്പൊ നമ്മള് മാക്സിമം അങ്ങോട്ട് എടുക്കണം. എന്താ സ്ഥലം. എങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, നമുക്കിത് കാണുമ്പോൾ പറയാക്കാനും കഴിയണില്ല. വീഡിയോ നമുക്ക് എന്തേലൊക്കെ ചെയ്യാം. എന്റെ കൈ എന്തൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്താ ഇനിയിപ്പോ എന്റെ കയ്യിലിപ്പോ മറ്റേ മൊബൈൽ ഉണ്ടെന്ന് ഞാൻ തന്നെ അറിയണില്ല. കൈയൊക്കെ കോച്ചുണ്ടാക്കളേ. പോരാണെങ്കിലേ ഈ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോര്. അതല്ല എല്ലാ അടൽ ടണലും കാശ്മീരും ലഡാക്കും ഒക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മാർച്ച് ഏപ്രിൽ അല്ലേ? മാർച്ച് ഏറ്റവും നല്ല മാസം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ തന്നെ അതിനെ പെട്ടെന്നുണ്ടായ പെട്ടെന്ന് ഒരു 1.5 കൊല്ലം കൊണ്ടുണ്ടായ പ്ലാനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 2020 കഴിഞ്ഞ മുന്നേ ഞങ്ങൾക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, പോരെ. അത് മതി. അപ്പൊ ഞങ്ങൾ ഡൽഹിക്ക് പോണ വഴി ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇന്നലെ ലോക്കായത് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഒരു വെറൈറ്റി സാധനം ഉണ്ടല്ലേ നിങ്ങള്? എത്ര ഇതിന്റെ പേരെത്താ? വോഡാഫോണ്.
വോഡാഫോൺ വോഡാഫോൺ 2 ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഡൽഹി പോണ വഴിയായിരുന്നു. അപ്പോൾ മലപ്പുറം ടീമാണ്, പക്ഷെ ഡൽഹി ഇന്നോവയിൽ. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് വന്നതാണ് ഷിംല. അപ്പോൾ അവരെ കണ്ട് പരിചയപ്പെട്ടു. അതിൽ 2 ടീമുണ്ട്. ഒന്ന് ചെമ്മങ്കടത്തുള്ളതാണ്, ചെമ്മങ്കടവ്, മലപ്പുറം ചെമ്മങ്കടവ്. ഒന്ന് നമ്മളെ പൂക്കോട്ടൂർ, കറക്റ്റ് അവന് പൂക്കോട്ടൂരല്ല, അറവങ്ങര ഉള്ള ചെക്കനാണ് അവർ 2 പേര്. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാണാം, അവർ പരിചയപ്പെട്ടാണ്. അവർ ഫാമിലി ആയിട്ട് വന്നത്. ഡൽഹി വണ്ടിയാണ് ഇന്നോവ. ഓല് ഇവിടെ നിന്ന് തന്നെ വണ്ടി എടുത്ത് ഡൽഹി അല്ല ഓല് നിങ്ങൾ അവിടുന്ന് വന്ന മലപ്പുറത്തുനിന്ന് ഈ വണ്ടിക്ക് അല്ലല്ല ട്രെയിൻ. ഒരു മലപ്പുറത്തുനിന്ന് ട്രെയിൻ കയറി ഡൽഹിക്ക്, മലപ്പുറത്തുനിന്ന് ട്രെയിനും കയറി ഡൽഹിക്ക്, അവിടുന്ന് ഡൽഹി വണ്ടി കാറെടുത്ത് അവരുടെ കൂടെ കറങ്ങാണ്. ഓക്കെ, ഓല് ഷിംല ഇന്നലെ അതേപോലെ തന്നെ ഓല് ലോക്കായി എന്ന് പറഞ്ഞു. ഞങ്ങൾ പോലെ തന്നെ വണ്ടി അവരെ വണ്ടിക്ക് ചെറുങ്ങനെ ഐസുള്ള സമയത്തുണ്ടല്ലോ